ബാബരി മസ്ജിദ് എന്ന് പറയുമ്പോൾ ഓരോ മുസൽമാന്റെയും ഹൃദയത്തിൽ വളരെ വേദനാജനകമായ ഒരു കനൽ തീയായി എന്നും അവശേഷിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ബാബരി മസ്ജിദിന്റെ കാരണം ഇന്ത്യയുടെയും ഒരു പൈതൃക പട്ടികയിൽ ഇന്ത്യ എന്നും സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു മുസൽമാന്റെ ആരാധനാലയത്തിന് പുറമെ അത് ഇന്ത്യയുടെ ഒരു പൈതൃക പ്രതീകവുമായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അന്നത്തെ ഉപരാഷ്ട്രപതിയായിരുന്ന KR നാരായണൻ അദ്ദേഹം തന്നെ ഈ ബാബരി മസ്ജിദിന്റെ ധ്വംസനത്തെ കുറിച്ച് പറയുന്നത്, ബാബരി മസ്ജിദ് തകർത്തതിനെ കുറിച്ച് പറഞ്ഞത് ഇന്ത്യയുടെ പിതാവായിരുന്ന മഹാത്മാഗാന്ധിക്ക് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു ജനങ്ങൾക്കും ഒരു വേണ്ടിപ്പോയ ഒരു സംഭവമായിരുന്നു എന്നാണ് ബാബരി മസ്ജിദിന്റെ ധ്വംസനത്തെ കുറിച്ച്. 1528 ബാബരി മസ്ജിദ് മുഗൾ ചക്രവർത്തിയായിരുന്ന ബാബർ, ആ ബാബറുടെ ഗവർണർ മീർബാദി ബാബരി എന്ന് പറയുന്ന ആ ഗവർണറാണ് ബാബരി മസ്ജിദ് പണിയുന്നത് 1528. പിന്നീട് 1853 ബ്രിട്ടീഷുകാരുടെ ഒത്താശയോടുകൂടി അന്ന് മുതലേ പ്രശ്നങ്ങൾ ഉടലെടുക്കപ്പെട്ടു. ഇവിടെ ഇന്ത്യക്കുമേൽ ആധിപത്യം സ്ഥാപിക്കണമെങ്കിൽ ഇന്ത്യയുടെ മതേതര മുഖത്തെ പൊളിച്ചു കളയാൻ അവർക്ക് സുശക്തമായ തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടി വന്നിരുന്നു. അതിന്റെ പ്രതീകമായി 1853 അവിടെ ഒരു പുരാതന ക്ഷേത്രം തകർത്തുകൊണ്ടാണ് ബാബരി മസ്ജിദ് നിർമ്മിക്കപ്പെട്ടത് എന്ന് തന്നെ അന്ന് മുതൽ തന്നെ വാദമുയർന്നു വന്നിരുന്നു 1853. എന്നാൽ പിന്നീട് അന്ന് മഹാത്മാഗാന്ധിജിയുടെയും മൗലാന അബ്ദുൽ കലാം ആസാദിന്റെയും അങ്ങനെ നിരവധി ഇന്ത്യൻ മതേതരത്തിന്റെ മുഖങ്ങളായ പോർമുഖങ്ങളായ മഹാമനീഷികളുടെ ഇടപെടലുകൾ കൊണ്ട് 1800-കളിൽ ഒന്നും അവർക്ക് ബാബരി മസ്ജിദിനെ വെച്ച് ഈ ഇന്ത്യയിൽ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പലപ്പോഴും നമ്മളൊക്കെ കേൾക്കാറുള്ള ഭിന്നിപ്പിച്ച് ഭരിപ്പിക്കുക, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ആ സ്വരത്തെ അങ്ങനെ അവിടെ അടിച്ചമർത്താൻ 1800-കളിൽ സാധിച്ചു എന്നുള്ളതാണ്. എന്നാൽ പിന്നീട് 1900-ന്റെ തുടക്കങ്ങളിൽ വീണ്ടും ബാബരി മസ്ജിദിന്റെ വിഷയം തന്നെ എടുത്ത് ഇവിടെ പ്രധാനമായും ഹൈന്ദവരിലെ നിമ്രോഹി വിഭാഗം എന്ന് പറയുന്ന ഒരു ചിലർക്ക് അവരെ ഇറക്കി വിട്ടുകൊണ്ട് തന്നെ അതിനെ BJP ഗവൺമെന്റിന്റെയും അതുപോലെ അന്നത്തെ BJP അധ്യക്ഷന്മാരുടെയും എല്ലാവരുടെയും ഒത്താശയോടുകൂടെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ 1992 ഡിസംബർ 6 ഇവിടെ ഒരിക്കലും സംഭവിക്കരുത് എന്ന് ഇന്ത്യയൊട്ടാകെ പ്രാർത്ഥിച്ചു. കാരണം ഇത് നടക്കുന്നത് 1992-ലാണെങ്കിലും 1990-കളുടെ ആരംഭത്തിൽ തന്നെ പ്രശ്നങ്ങളുണ്ട്. അന്നത്തെ അവരുടെ BJP-യുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ അധ്യക്ഷനായിരുന്ന LK അദ്വാനിയുടെ നേതൃത്വത്തിൽ ഇവിടെ രഥയാത്ര നടത്തുകയുണ്ടായി. ഇന്ത്യയുടെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ രഥയാത്ര സംഘടിപ്പിച്ച് അങ്ങനെ അതിന്റെ അവസാനമായിട്ടാണ് ബാബരി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ തകർക്കപ്പെടുന്നത് എന്ന വളരെ വേദനാജനകമായ സംഭവം. അത് പിന്നീട് അതുവരെ ഒന്നിച്ചു പോയിരുന്ന മുസൽമാന്മാരും ഹൈന്ദവന്മാരും ക്രൈസ്തവന്മാരും സിഖുകാരും തോളോട് തോൾ ചേർന്നിരുന്ന ഇന്ത്യക്ക് അന്ന് ബലക്ഷേമം സംഭവിക്കുകയാണ്. തന്റെ സഹോദരന്മാരോട് പോലെ ചേർന്ന് നിന്നിരുന്ന ആ പണ്ഡിതന്മാരും അതുപോലെ കോർത്ത ഒരു മാലയിൽ കോർത്ത മുത്തുകളെ പോലെ സുഫായി നിന്നിരുന്ന അവർക്കിടയിൽ ഈ പ്രശ്നമല്ലാതെ സംഘടനത്തിന്റെ വഴിയിലേക്ക് കടന്നു വരികയാണ്. പിന്നീട് എന്താണ് കാരണം? ഇത് ഒരു പക്ഷത്ത് കേന്ദ്ര ഗവൺമെന്റിന്റെ പിന്തുണ, മറുപക്ഷത്ത് അവിടുത്തെ നരസിംഹറാവു എന്ന് പറയുന്ന അവിടുത്തെ മുഖ്യമന്ത്രിയുടെ
മൗന പിന്തുണയോടെയാണ് ഈ സംഭവം നടക്കുന്നത് എന്ന് വേദനാജനകമായ പക്ഷത്തിന്റെ ഒരു അശാന്തിയുടെ വർത്തമാനമായിരുന്നു എന്നതാണ്. കേന്ദ്രത്തിന്റെയും ഒരു സംസ്ഥാനത്തിന്റെയും മൗനാനുവാദത്തോടെ ഇത്തരം ഒരു 400ഓളം കാമാലികർ 1 വർഷത്തോളം നീണ്ടുനിന്ന ഒരു രഥയാത്ര സംഘടിപ്പിച്ച് ജനങ്ങളെ മുഴുവൻ കോളിലൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അവസാനം ബാബരി മസ്ജിദിലേക്ക് നോക്കി നിൽക്കുന്ന പോലീസുകാരുടെ ആ മുന്നിൽ വെച്ചുകൊണ്ടാണ് ബാബരിയുടെ താഴെക്കുളങ്ങൾ തകർക്കുന്നത്. എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെയാണ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. പക്ഷേ 17 വർഷം പിന്നീട് അവർ പേരിന് വേണ്ടി ഇബ്രാഹിം കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മീഷൻ വെച്ചുകൊണ്ട് ഇതിന്റെ അന്വേഷണത്തിന് വേണ്ടി ഒരു സംഘത്തെ ഏർപ്പെടുത്തുകയുണ്ടായി. ഏകദേശം 900-ലധികം പേജുകൾ ചെലവഴിച്ചുകൊണ്ട് 17 വർഷത്തെ അന്വേഷണത്തിനൊടുവിൽ ഇബ്രാഹിം കമ്മീഷൻ ഇതിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചു. അതിൽ ഒരുപാട് രാഷ്ട്രീയക്കാരുടെ പേരുകളുണ്ട്, ഒരുപാട് ഇതിന്റെ മുന്നിൽ നിൽക്കുന്ന ഇതിനു വേണ്ടി വിപ്ലവം നയിച്ച കലാപം നയിച്ച ആളുകളുടെ പേരുകളുണ്ടായിരുന്നു. പക്ഷേ അതിലേക്കൊന്നും കേന്ദ്രമോ അവിടുത്തെ സർക്കാരോ ഇതിനെ നോക്കിയില്ല എന്നതാണ് വാസ്തവം. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആനിൽ ഒരു വാചകമുണ്ട്. ഞാൻ തുടക്കത്തിൽ ഇവിടെ പാരായണം ചെയ്തു വെച്ച വാചകം. ഒരുപക്ഷേ നിങ്ങൾക്ക് വെറുക്കപ്പെട്ട ഒരു കാര്യം ഉണ്ടാകുന്നത് അത് നിങ്ങൾക്ക് നല്ലതായിരിക്കാം, നന്മക്ക് വേണ്ടി വന്നതായിരിക്കാം. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അതൊരു പക്ഷേ അത് നിങ്ങൾക്ക് ശർമായിട്ടും ഭവിച്ചേക്കാം എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട വേറൊരു വാസ്തവമായ കാര്യം, അന്ന് ഇങ്ങനെ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ രോഷാകുലരായ ജനങ്ങൾ കേരളത്തിനിടയിൽ ഉണ്ടായിരുന്നു എന്നതാണ്. കേരളക്കരയിൽ സമാധാനം നഷ്ടപ്പെട്ടു, അങ്ങോട്ടും ഇങ്ങോട്ടും കൊലപാതകത്തിന്റെ വഴിയിലേക്ക് തന്നെ എത്തുമോ എന്ന് കേരളത്തിലെ മുഖ്യധാര പണ്ഡിതന്മാരെല്ലാം ഭയന്ന നേരത്ത് അത് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന കാലഘട്ടമാണ്. ശിഹാബ് തങ്ങൾ ഇതിനെ ദൂരെ ദിക്കിൽ നിന്ന് ഇങ്ങനെ നോക്കിക്കാണുകയാണ്. എന്താണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുക? ഉത്തർപ്രദേശിലും അങ്ങനെ ഡൽഹിയുടെ വനാന്തരങ്ങളിലും ഒരുപാട് രക്തപ്പുഴകൾ കുത്തിയൊലിക്കുകയാണ്. കേരളത്തിലും സമാന സംഭവം ഉടലെടുക്കുമോ എന്ന് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ തന്റെ വട്ടമേശയുടെ ചുറ്റും തിങ്ങി നിറങ്ങുന്ന ജനങ്ങൾക്ക് മുന്നിൽ ആലോചിച്ചു നിൽക്കുമ്പോഴാണ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത്, ബാബരി മസ്ജിദിന്റെ പേരിൽ ഇവിടെ ഒരു ഇല പോലും വിളങ്ങരുത്, ഇവിടെ ഒരു ക്ഷേത്രത്തിന്റെ കല്ലുകൾ പോലും വിളക്കാൻ ഇവിടെ ആർക്കും അധികാരമില്ല, ഇവിടെ ആരും അതിന്റെ പേരിൽ അശാന്തിയുടെ വർത്തമാനങ്ങളോ മതസൗഹാർദ്ദത്തെ തകർക്കുന്ന എന്തെങ്കിലും പ്രശ്ന കുത്തുവാക്കുകൾ പോലും ഒരാളിൽ നിന്നും ഉണ്ടാകരുതെന്ന് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഈ കേരളക്കരക്ക് മുഴുവൻ ഒരു സമാധാനത്തിന്റെ വൈത്തിരിയായി, ഒരു സമാധാന സന്ദേശമായി അവിടെ പറഞ്ഞപ്പോ കേരളം ഒന്നടങ്കം വിപ്ലവത്തിലേക്ക് നയിക്കുമായിരുന്ന കേരളം അവിടെ നിശ്ചലമായി സ്വിച്ച് ഓഫാക്കിയതുപോലെ കേരളം നിശബ്ദമായി എന്നാണ് ചരിത്രം പറയുന്നത്. അല്ലെങ്കിൽ അതിന്റെ പിന്നാമ്പുറങ്ങൾ പിന്നീട് അത് ശിഹാബ് തങ്ങൾക്ക് അവിടെ ഇസ്ലാമിനോടുള്ള ധീരത പോലും ശിഹാബ് തങ്ങളുടെ നിലപാട് ശരിയായില്ല എന്ന് പറഞ്ഞൊരു വിഭാഗം പിന്നീട് ആ സംഘത്തിൽ നിന്ന് തന്നെ ശിഹാബ് തങ്ങളെ വിമർശിച്ചപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ പിന്നീട് അവരുടെ ഭാവിയും ശിഹാബ് തങ്ങളുടെ വാക്കുകൾ കൈക്കൊണ്ട വാക്കും എന്തായിരുന്നു എന്ന് ചരിത്രത്തിന്റെ പിന്നാമ്പുറങ്ങൾ നമുക്ക് വളരെ പച്ചയായി യാഥാർത്ഥ്യം പറഞ്ഞു തരുന്നു. അന്നെങ്ങാനും ശിഹാബ് തങ്ങൾ അങ്ങനെ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഈ കേരളത്തിലുടനീളം ഒരു രക്തപ്പുഴക്ക് സമാനമായി അങ്ങോട്ടും ഇങ്ങോട്ടും അക്രമങ്ങൾ നടക്കുമായിരുന്നു എന്നാണ് ചരിത്രം നമ്മോട് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നീട് നോക്കൂ നിങ്ങൾ, മഹാനായ
അതിലൊക്കെ വലിയ പാഠമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മൾ കീഴ്പ്പെടുകയല്ല, മറിച്ച് അങ്ങനെ ഒരു കോടതി ഇവിടെ ഒരു വിപ്ലവം വന്നപ്പോ ഒരു പക്ഷേ അതിലേറെ ഫിത്ന ഉടലെടുക്കുമായിരുന്നു എന്ന് ദീർഘദൃഷ്ടിയോടെ കണ്ടതിന്റെ പിറകിലാണ് ശിഹാബ് തങ്ങൾ തീരുമാനമെടുത്തത്. മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു നബി തങ്ങൾക്ക് ഒരിക്കലും തന്റെ ഹൃദയത്തിൽ നിന്ന് മാറ്റിവെക്കാൻ കഴിയാത്ത തന്റെ പിതൃവ്യനായ ഹംസ റളിയല്ലാഹു അൻഹു അല്ലാഹു രണ്ട് പേരെ കൊണ്ട് അല്ലാഹുവേ നീ ഇസ്ലാമിന്റെ ശക്തിയാകണേ എന്ന് പ്രാർത്ഥിച്ചിരുന്നവരെ മഹാനായ ഒരാളായിരുന്നു മഹാനായ ഹംസത്തുൽ ഖർറാർ റളിയല്ലാഹു. ആ ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്ന് അദ്ദേഹത്തിന്റെ പ്രഥമവും പ്രധാനവുമായ യുദ്ധമായി മാറിയ മഹത്തായ യുദ്ധങ്ങളിൽ പ്രധാനപ്പെട്ട യുദ്ധമായിരുന്നു ഉഹദ് യുദ്ധം. ചരിത്രം നമുക്കറിയുന്നതാണ്. അങ്ങനെ ഉഹദ് യുദ്ധം നടന്നുകൊണ്ടിരിക്കെ അതിനിടയിൽ ഹിന്ദ് എന്ന് പറയുന്ന പെണ്ണിന്റെ വാക്കിൽ അതിൽ അടിമപ്പെട്ടുകൊണ്ട് അവിടുത്തെ അടിമയായ വഹ്ശി മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിനെ ചതിയിലൂടെ അമ്പെയ്ത്ത് മന്ത്രനായ വഹ്ശി കൊലപാതകം കൊന്നൊടുക്കുന്നുണ്ട്. ആ സമയവും അവിടുത്തെ പക തീരാതെ, ബദറിലുള്ള പക തീരാതെ ഉഹദിൽ മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ആ വഫാത്തായി കിടക്കുന്ന ശരീരത്തിൽ ഈ ഹിന്ദ് എന്ന് പറയുന്ന അന്ന് മുസ്ലിമാകാത്ത ഈ പെണ്ണ് വന്ന് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കരൾ പുറത്തെടുത്തുകൊണ്ട് ചവച്ചരച്ച് തുപ്പിയിട്ട് ആ ബദറിലുള്ള പക തീർക്കുന്ന ആരെയാണ്? മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു. നബി തങ്ങൾ അത്രത്തോളം സ്നേഹിച്ച് തന്റെ പിതാവിനെ പോലെ ഒപ്പം നടന്നിരുന്ന മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിനോട് ഇത്രത്തോളം ക്രൂരത ചെയ്തു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയ്യിദുശ് ശുഹദാഇ ഫീ ജന്ന, സ്വർഗ്ഗത്തിലുള്ള സ്വർഗീയരിൽ ശുഹദാക്കളുടെ നേതാവ് എന്റെ ഹംസയാണ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ് സ്വർഗ്ഗത്തിൽ പദവി നൽകിയ മഹാനായ ഹംസത്തുൽ ഖർറാർ റളിയല്ലാഹു അൻഹു. എന്റെ പ്രിയപ്പെട്ടവരെ, പിന്നീട് ആ വഹ്ശി മുസ്ലിമാകാൻ വേണ്ടി നബി തങ്ങളുടെ അടുക്കലേക്ക് വരുന്ന ചരിത്രം വളരെ കണ്ണീർ പ്രാർത്ഥനയോടെ ഓർക്കുന്ന സംഭവമാണ്. വഹ്ശി നബി തങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ വഹ്ശിയോട് നബി തങ്ങൾ പറയുന്നുണ്ട്, വഹ്ശി, നീ എനിക്ക് മുസ്ലിമാകുന്നതിന് പ്രശ്നമില്ല, പക്ഷെ നീ എന്റെ മുന്നിലേക്ക് ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഒരിക്കലും മുന്നോട്ട് കടന്നു വരരുത്. കാരണം നീ നിന്റെ മുഖം കാണുമ്പോൾ എന്റെ പിതൃവ്യൻ ഹംസയെ എനിക്ക് ഓർമ്മ വരികയാണ്. വഹ്ശി, നീ മുസ്ലിമാകുന്നത് കൊണ്ട് എനിക്ക് കുഴപ്പമില്ല എന്ന് വഹ്ശിയോട് പറയുന്ന ഒരു സന്ദർഭമുണ്ട്. നോക്കൂ നിങ്ങൾ, എത്രത്തോളം അഫുവാണ് അവിടെ ഇസ്ലാം ചെയ്തു കൊടുത്തത്. നബി തങ്ങളുടെ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ സൈന്യാധിപനായ മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിനെ വധിച്ച ശേഷം ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ വഹ്ശി മുസ്ലിമാവുകയാണ്. പിന്നീട് നബി തങ്ങൾ തന്നെ പിന്നീട് പറയുകയുണ്ടായി, സ്വർഗ്ഗത്തിലുള്ള സയ്യിദുശ് ശുഹദാഇ ഫിൽ ജന്ന എന്ന് ഹംസ റളിയല്ലാഹു അൻഹു. ആ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ സ്വർഗ്ഗത്തിലെ കൂട്ടുകാരനായിരിക്കും ഈ വഹ്ശി എന്ന മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, സമാന സംഭവം ഈ ബാബരി മസ്ജിദിന്റെ ധ്വംസനത്തിലും ഉണ്ടായിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, വഅസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൻ ലക്കും, അസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൻ ലക്കും. ഒരുപക്ഷേ നമുക്ക് ശർറായി ഭവിക്കുന്നത് നന്മയായിരിക്കും. ബാബരി മസ്ജിദ് ഇവിടെ തകർക്കപ്പെട്ടപ്പോൾ അതിൽ പ്രധാനിയായിരുന്ന ബിൽബിർ സിന്നി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം പിന്നീട് മുഹമ്മദ് ആമിർ എന്ന് പറയുന്ന പേര് സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരികയുണ്ടായി. 2-3 വർഷം മുമ്പാണ് ആ മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത്. അല്ലാഹു മഗ്ഫിറത്ത് നൽകിയ ഞാൻ പറഞ്ഞത്, അദ്ദേഹം മുസ്ലിമായി ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം കടന്നു വന്നപ്പോ അന്ന് അദ്ദേഹം നിയ്യത്ത് ചെയ്ത വാചകമുണ്ട്, അല്ലാഹുവേ, അന്ന് ഞാൻ ഏതോ ഒരു അക്രമത്തിന്റെ കിരാതമായ ഓർമ്മകളിൽ നിന്റെ പരിശുദ്ധമായ ഭവനമായ ബാബരിയുടെ താഴികക്കുടങ്ങൾ തകർക്കാൻ എന്റെ കരങ്ങൾ ഉപയോഗിച്ചു തമ്പുരാൻ,
അല്ലാഹുവേ, എന്റെ ഈ കരങ്ങൾ കൊണ്ട് ഞാൻ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതിന് മുമ്പ് കേവലം 100 പള്ളികൾ എന്റെ കരങ്ങൾ കൊണ്ട് നിർമ്മിക്കാൻ ഞാൻ സന്നദ്ധനാകുമെന്ന് ആ മുഹമ്മദ് ആമിർ എന്ന് പറയുന്ന പിൽക്കാലത്ത് മുസ്ലിമായ ബൽബീർ സിംഗ് തന്റെ ചരിത്ര ശതകങ്ങളിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അങ്ങനെ 40ഓളം പള്ളികളുടെ നിർമ്മാണം അദ്ദേഹം പൂർത്തീകരിച്ചു എന്നതാണ് ചരിത്രം പറയുന്നത്. 40ഓളം പള്ളികളുടെ നിർമ്മാണം ഈ ബാബരി മസ്ജിദ് തകർത്തതിന്റെ വിഷമത്തിനായി, അതിന് തൗബയായി, അതിന് പ്രായശ്ചിത്തമായി തന്റെ കരങ്ങൾ കൊണ്ട് നിർമ്മിച്ചിട്ട് അദ്ദേഹം 40ഓളം പള്ളികൾ പൂർത്തിയായി. അതിനിടയ്ക്ക് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി. അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ ബാബരി മസ്ജിദിനെ ഓർക്കുമ്പോൾ പിന്നീട് അതിന്റെ കേസിന്റെ വിസ്താരങ്ങളൊക്കെ എല്ലാവർക്കും ചരിത്രമറിയണം. ഭാവി തലമുറക്ക് ബാബരി മസ്ജിദിനെ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. ബാബരി മസ്ജിദിനെ കുറിച്ച് ചോദിച്ചാൽ നമ്മുടെ മക്കളോട് ആ ബാബരിയെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മൾ അയവിറക്കി കൊടുക്കണം. ബാബരിയെ നമുക്ക് മറക്കാൻ സാധിക്കില്ല. ഒരാൾക്കും ഇന്ത്യൻ ജനതയ്ക്ക്, മതേതര ജനതയ്ക്ക് മറക്കാൻ സാധിക്കില്ല എന്നതാണ് വാസ്തവം. നോക്കൂ നിങ്ങൾ, അതിന്റെ കേസിന്റെ വിസ്താരം 2018 നമ്മളെയൊക്കെ വളരെ വേദനാജനകമായ കോടതി വിധി. അതിൽ 3 പ്രധാന വാദങ്ങളാണ് കോടതി, സുപ്രീം കോടതി അവിടെ നിന്ന് പുറപ്പെടുവിച്ചത്. അതിൽ പ്രധാനമായി 1ാമത്തെ വാദം അവിടെ ക്ഷേത്രം തകർത്തിട്ടാണ് ബാബരി മസ്ജിദ് നിർമ്മിച്ചത് എന്നാണ്. എന്നാൽ ആ കേസിന്റെ വിസ്താരം പരിപൂർണമായി അതിന്റെ കോടതി വിധി വന്നപ്പോ അങ്ങനെ ഒരു കെട്ടിടത്തിന്റെ അവശിഷ്ടമോ അല്ലെങ്കിൽ അവിടെ ഒരു ബാബരി മസ്ജിദ് നിർമ്മിച്ചത് രാമക്ഷേത്രം ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവായിട്ടില്ല എന്ന് പരിപൂർണമായ രേഖകളോടെ, ഏകദേശം ഞാൻ പറഞ്ഞതുപോലെ 27 വർഷം നടത്തിയ ലിബർഹാൻ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അവസാനത്തിൽ അവർ പറഞ്ഞ വാക്കുകളാണ്. ബാബരി മസ്ജിദ് നിർമ്മിച്ചത് ക്ഷേത്രം തകർത്തു എന്ന വാദമാണെങ്കിൽ അവിടെ ഒരു കെട്ടിടമോ രാമക്ഷേത്രമോ ഉണ്ടെന്ന് തെളിയിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്ന് സുപ്രീം കോടതി വളരെ വ്യക്തമായി പറയുന്നു. 2ാമത് അവരുടെ പ്രധാന വാദം ആ പള്ളിയുടെ ചുവട്ടിൽ നിന്ന് ഒരു അവശിഷ്ടം ലഭിച്ചു. ഇത് പ്രധാനമായി വാദിക്കുന്നത് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഇന്ത്യൻ മതേതരത്തിന് വിള്ളൽ സൃഷ്ടിക്കുന്ന ഈ വിഭാഗക്കാരികളാണ്. അവരുടെ 2ാമത്തെ വാദം അതിന്റെ ചുവട്ടിൽ നിന്ന് ലഭിച്ച അവശിഷ്ടത്തെ കുറിച്ച്, അതിനെ കുറിച്ചും വളരെ അഗാധമായി പഠനം നടത്തിയിട്ട് സുപ്രീം കോടതി 2ാമത്തെ വാദം പറഞ്ഞത് അങ്ങനെ ഒരു ആ അവശിഷ്ടം ഒരു കെട്ടിടത്തിന്റെ എന്ന് മാത്രമല്ല, അത് പ്രകൃതിദത്തമായി ഉണ്ടായതാണ് എന്ന് പോലും ഞങ്ങൾക്കതിൽ പഠനം നടത്തിയിട്ട് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് വളരെ സവിസ്തരം, ഇത് 900-ലധികം പേജുകൾ പഠന ഗമന നിരീക്ഷണ ഗവേഷണം നടത്തിക്കൊണ്ട് സുപ്രീം കോടതി അന്ന് ഇത് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ 2 വാദങ്ങളും ഇനി 3ാമതൊരു വാദം പറഞ്ഞു. അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് 3ാമതൊരു വാദം പറഞ്ഞത്. ഇത്രത്തോളം തെളിവുകൾ, വ്യക്തമായ രേഖകളും വ്യക്തമായ പഠനങ്ങളും വ്യക്തമായ ഗവേഷണ നിരീക്ഷണങ്ങളും ചരിത്ര സംഹിതകളും ഒരു വാദത്തിനിൽക്കെ 3ാമതായി സുപ്രീം കോടതി പറഞ്ഞ വാദം, നൂറ്റാണ്ടുകളായി ശ്രീരാമ ക്ഷേത്രമാണെന്ന വിശ്വാസം ഇവിടെ നിലനിൽക്കുന്നതിനാൽ ഞങ്ങൾ ഈ ഭൂമി, ശ്രീരാമ ജന്മഭൂമി, അവിടെ അവരുടെ ക്ഷേത്രം പണിയാൻ ഞങ്ങൾ ഇവിടെ സമ്മതിക്കുകയാണ് എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, അത് അവരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അന്ന് ഇന്ത്യയുടെ മതേതരാവസ്ഥ അങ്ങനെയാണ്, പ്രശ്നകലുഷിതമാണ്. ഇത് സംഭവം നമ്മൾ പറയുമ്പോ തല്ലാൻ വേണ്ടി കൂട്ടം കൂടി നിൽക്കുന്ന നാട്ടുകാർക്ക് മുന്നിൽ കാമുകനെയും കാമുകിയെയും നാട്ടുകാർ പിടിച്ചിട്ട് കാമുകനോട് ഈ കാമുകിയെ നിനക്ക് അറിയുമോ എന്ന് ചോദിക്കുന്നത് പോലെയാണ് അപ്പോൾ സുപ്രീം കോടതിയുടെ അവസ്ഥ. കാരണം അത്രത്തോളം പ്രശ്നകലുഷിതമായ കാലാവസ്ഥയാണ്. അങ്ങനെ ഒരു സന്ദർഭമാണ്, സമൂഹമാണ് ഇന്ത്യൻ കഴിഞ്ഞു പോയത്. വേറൊരു ഭാഗവും നിരീക്ഷിക്കാൻ ഒരുപക്ഷെ ഈ വിധിയെങ്ങാനും കീഴ്മേൽ മറിഞ്ഞിരുന്നുവെങ്കിൽ ഇവിടെ ഒരു രക്തപ്പുഴയുടെ ലാഞ്ചനത്തിന് തീർക്കാൻ ഇവിടെ
മതേതരത്വത്തിനെ വിള്ളൽസരിക്കുന്നവർക്ക് സാധിക്കുമായിരുന്നു, അവർ ചെയ്യുമായിരുന്നു. അതൊക്കെ ഒരു പക്ഷേ എന്താ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ അതൊക്കെ ഒരു ഖൈറിന് വേണ്ടിയുള്ള അങ്ങനെയുള്ള തീരുമാനമായിരിക്കുമെന്ന് ഈ മതേതര ഇന്ത്യയുടെ മുന്നേറ്റത്തിന് വേണ്ടി നമ്മളൊക്കെ ശ്വാസമടക്കി പിടിച്ചതാണ്. പക്ഷേ നമുക്ക് മുന്നിൽ നോവുകളുണ്ട്, നമുക്ക് മുന്നിൽ അതിൻ്റെയൊക്കെ പ്രശ്നങ്ങളുടെ എല്ലാം നമ്മളൊക്കെ അതിനെക്കുറിച്ച് വളരെ അസ്വസ്ഥരാണ്. പക്ഷേ ഇന്ത്യയുടെ ഭാവിയുടെയും നമ്മുടെ യുവതലമുറയുടെയും മുന്നോട്ടുള്ള ഗമനത്തിനും നിരീക്ഷണത്തിനും നമ്മൾ അങ്ങനെ അതിൽ കീഴടങ്ങി അതിലങ്ങനെ വിശ്വസിച്ചു പോകുന്നു എന്നുള്ളതാണ് വാസ്തവം. അതാണ് ശിഹാബ് നമ്മൾ പറഞ്ഞത്, ഇവിടെ ഒരു പോലും വിളകരുത്. ആ ക്ഷേത്രം ബാബരി മസ്ജിദ് തകർത്തതിന്റെ പേരിൽ ഒരാൾ ഒരു പ്രശ്നം പോലും ഇതിന്റെ പേരിൽ മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ നിന്ന് ഒരാളും ഒരു അക്രമപരമായ തീരുമാനവും ഉടലെടുക്കരുത് എന്ന് ദീർഘദൃഷ്ടിയോടെ കണ്ട മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അദ്ദേഹത്തിന്റെ ദീർഘദൃഷ്ടിയാണ്. ഇത് ഇസ്ലാമിൽ ഉണ്ടായിട്ടുണ്ട്. ഇസ്ലാമിൽ മക്ക ഫത്ഹ് ജയിച്ചു വരികയാണ് നബി തങ്ങൾ. നോക്കൂ നിങ്ങൾ, സ്വന്തം ദേശവും സ്വന്തം മക്കളും അതുപോലെ സ്വന്തം അനുയായികളും ആട്ടിയോടിക്കാൻ എവിടേക്ക് മദീനയിലേക്ക് ആട്ടിയോടിച്ച് അവിടെയും സമാധാനവും സ്വൈരം തരാതെ ബദറും ഉഹദും കഴിഞ്ഞ് ഇസ്ലാമിന് സർവസന്നദ്ധരായ ആയിരക്കണക്കിന് സ്വഹാബികളുമായി നബി തങ്ങൾ തിരിച്ചു വരുന്ന സന്ദർഭമുണ്ട്. മക്ക കീഴടക്കാൻ വരികയാണ്. ആ സമയത്ത് അന്നത്തെ അബൂ സുഫിയാനെ പോലെയുള്ള ഹിന്ദിനെ പോലെയുള്ള ഏതാനും അന്ന് മക്ക കഅബയുടെ ചാവി കയ്യിൽ പിടിച്ചിരുന്ന മക്കയുടെ രാജാധിപന്മാർ ഓടി ഒളിക്കുകയാണ് അബൂ സുഫിയാന്റെ വീട്ടിലേക്ക്. ഇനി മുഹമ്മദ് എന്താണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്? ഇനി എന്താണ് മുഹമ്മദ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്? സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, ആ സമയത്ത് വളരെ മനസ്സൊരുങ്ങി വളരെ വേദനയോടെ തിരിച്ചു വന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയത്ത് പുറപ്പെടുവിപ്പിച്ച ആ റിപ്പോർട്ടാണ് ലോകം പിന്നീട് ഇന്നും നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ അബൂ സുഫിയാന്റെ വീട്ടിൽ ആരെങ്കിലും അഭയം തേടിയിട്ടുണ്ടെങ്കിൽ അവർക്കിതാ ഈ മുഹമ്മദ് മാപ്പ് നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, അവർക്ക് മാപ്പ് കൊടുത്ത ചരിത്രമാണ് ഇസ്ലാം പിന്നീട് ഇന്നും നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തീരുമാനം അത് വല്ലാത്ത തീരുമാനമായി. അതിന്റെ ഫലമായി പിന്നീട് അബൂ സുഫിയാൻ മുസ്ലിമായി, ഹിന്ദു മുസ്ലിമായി. പിന്നീട് അവരെ ഏതു വിധേനയും കൊലപ്പെടുത്താൻ സർവസന്നദ്ധരായ ആയിരക്കണക്കിന് 2000 സ്വഹാബികൾ ഇവർ വെറും വിരലിലെണ്ണാവുന്ന ആളുകളായിട്ട് പോലും മാഫ് കൊടുത്ത പാഠമാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് മുന്നിലുള്ളത്. അതുകൊണ്ട് ഇനിയൊരു ബാബരി മസ്ജിദിന്റെ ധ്വംസനം ഇവിടെ ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാം. അല്ലാഹുവേ, മതേതര ഇന്ത്യയിൽ ഈ മതേതരത്തെ നിലനിർത്തുവാൻ ഞങ്ങളുടെ ആരാധന കർമ്മങ്ങളും ഞങ്ങളുടെ ചെയ്തികളും ദീനും ഇതുപോലെ സംരക്ഷിക്കപ്പെടാൻ അല്ലാഹുവേ എന്റെ കാവലുണ്ടാകണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊക്കെ അറിയാവുന്നതുപോലെ എന്നോടൊപ്പം പഠിച്ചിരുന്ന ഈ വർഷം ജാമ്യയിൽ നിന്ന് സനദ് വാങ്ങേണ്ടിയിരുന്ന അടുത്ത മാസമാണ് സനദ്ദാന സമ്മേളനം. ആ സമ്മേളനത്തിൽ ഞങ്ങളോടൊപ്പം 2 വർഷത്തെ ഫൈലി പഠനത്തിന് ശേഷം വോട്ട് സ്വീകരിക്കേണ്ടിയിരുന്ന മുഹമ്മദ് സ്വാലിഹ് എന്ന് പറയുന്ന യുവ പണ്ഡിതൻ 24 വയസ്സാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം മഞ്ഞപ്പിത്തം ബാധിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് 2 ദിവസം മുമ്പ് വിട പറയുകയുണ്ടായി. അല്ലാഹുവേ, നീ മഗ്ഫിറത്ത് നൽകണേ തമ്പുരാനെ, സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. ഒരു പള്ളിയിൽ പട്ടാമ്പി ഭാഗത്ത് വാദ്യനായി ജോലി ചെയ്യുകയായിരുന്നു. അല്ലാഹുവേ, അദ്ദേഹം നേടിയ അറിവുകൾ, അദ്ദേഹം സമൂഹത്തിന് സമർപ്പിച്ച ജ്ഞാനങ്ങൾ, അല്ലാഹുവേ, അത് അദ്ദേഹത്തിന് ഖബറിൽ നീ കൂട്ടാക്കി കൊടുക്കണേ തമ്പുരാനെ. ഇന്ന് കേരളത്തിൽ 1000-ഓളം പള്ളികളിൽ മയ്യിത്ത് നമസ്കരിക്കാൻ സയ്യിദ് സ്വാലിഹ് അലി ശിഹാബ് തങ്ങൾ ആലിക്കുട്ടി ഉസ്താദിനെ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ഒരു പണ്ഡിതൻ മരണപ്പെട്ടാൽ അവന് എന്താണ് ഇതിലേറെ നേടാനുള്ളത് എന്ന് നമ്മൾ ശരീരം ചോദിക്കും പോലെ 24 വയസ്സിനിടയ്ക്ക്
അദ്ദേഹം ഇൽമിന്റെ മോരം പറ്റി ജീവിച്ചു ഒരു ആലിമായി, ആദ്യം ഒരു മുതാലിമായി, പിന്നെ ഒരു ആലിമായി സമൂഹത്തിന് ദർശനം നൽകിയപ്പോൾ ഇന്ന് ആയിരക്കണക്കിന് പള്ളികളിൽ അദ്ദേഹത്തിന് വേണ്ടി നമസ്കരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അല്ലാഹുവേ, അദ്ദേഹത്തെ ഞങ്ങളെ നബി തങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ.